അടുത്തത് 4ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കൂ. ഉത്സവം മുടക്കുന്നതിനായി കുളപ്പള്ളിയപ്പനും കൂട്ടരും തീ വയ്ക്കുന്ന കോളനിയുടെ പേര് എന്താണ്? എ ചാലിക്കര കോളനി, ബി പാലിയംകുളം കോളനി, സി ചാലിയംകുളം കോളനി. മൊത്തം കുളമായി. എ ആണെന്ന് തോന്നുന്നു. ചേട്ടാ എ തന്നെ അല്ലേ? എനിക്കറിയില്ല, ഒന്നുകൂടെ. എ തന്നെയാണ്. ചാലിക്കര കോളനി. അതെ, ചാലിക്കര കോളനി ഞാൻ എടുത്തിട്ട് പൂട്ടി. ഓക്കെ. അപ്പൊ പക്രുജിക്ക് എന്തെങ്കിലും ഒരു കുസൃതി ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാനുണ്ടോ? എനിക്ക് കുസൃതി ചോദ്യങ്ങളൊന്നുമില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ ചോദ്യം തന്നെ, കുട്ടേട്ടന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചോദ്യം തന്നെ ഞാൻ ചോദിച്ചേക്കാം. ഇനിയെങ്കിലും പറഞ്ഞൂടെ ആ പേര്? കാരണം എപ്പിസോഡിന്റെ തുടക്കം തൊട്ടേ കുട്ടേട്ടൻ ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാനും അതിൽ തന്നെ നിൽക്കുകയാണ്. അതൊന്നും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. ഇനിയെങ്കിലും പറയും. അല്ല, ഇനിയിപ്പം നമ്മൾ ചോദിക്കുന്നത് അങ്ങനല്ല, ഇനിയെങ്കിലും പറ. അത് ലാസ്റ്റില് ദയനീയമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുട്ടേട്ടനോടൊരു ചോദ്യം. ലാലേട്ടന്റെ പടങ്ങളിൽ എത്രയോ പടങ്ങള് കുട്ടേട്ടനെ പാടി. കുട്ടേട്ടൻ എപ്പോഴും മനസ്സുകൊണ്ട് പ്രിയങ്കരമായിട്ട് തോന്നി. എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണെന്ന് പല ഇന്റർവ്യൂവിലും കുട്ടേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാട്ടിനോട് മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെന്റിമെന്റ്സ് തോന്നിയിട്ടുണ്ട്. അത് സെമി ക്ലാസിക്കൽ ആവാം, ക്ലാസിക്കൽ ആയിട്ടുള്ള എന്തോ ആട്ടെ. അത് ചിലപ്പോ ലാലേട്ടനുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധമുള്ള ഒരു കെട്ടുള്ള ചിലപ്പോ അങ്ങനെയുണ്ട്, അതും പറയാം കേട്ടോ. എന്നിട്ട് വേണം എന്റെ ജോലി കംപ്ലീറ്റ്. ഇല്ല, നിങ്ങൾ അതിനൊക്കെ അപ്പുറത്തുള്ള സൗഹൃദമുള്ള ആൾക്കാരത് ഞങ്ങള് തമ്മിൽ ഒരിക്കലും പിണങ്ങത്തില്ല. ധൈര്യമായിട്ട് എന്തായാലും ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ വിസ്മയിപ്പിച്ച, അതായത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വിസ്മയിപ്പിച്ച ഒരു പാട്ടാണ് സ്വാമിനാഥ പരിപാലയ എന്നുള്ളതിൻ്റെ സ്വരം. അത് ഒരൊറ്റ ടേക്കിലാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. ഒരൊറ്റ ടേക്കിൽ. അത് ഒരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല. ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഈ മലയാളമല്ല ഏത് ഭാഷയിലുള്ള ഒരു ആക്ടറിനും പറ്റാത്ത ഒരു കാര്യമാണ് ആ ചിട്ടാസ്വരം കൃത്യമായിട്ട് ഒരൊറ്റ ടേക്കിന് കൃത്യമായിട്ട് പാടുക. അങ്ങനെ ഒരു വലിയ മഹാനടനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഷൂട്ട് ചെയ്തപ്പം ഞാൻ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഞാനത് പാടിക്കൊണ്ടിരുന്ന് ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. സരിഗമ പനി പമ മരി സരി സരിഗമ പനി പമ മരി സരി സ മഗമ പനി പമരി സനി സരിഗമ പഗമ പസാനി പമരി സനി പസനി പമനി പമരി സരിഗമ പസനി സരി സനി പമരി സനി നി പമരി സനി സരി സമഗ പമനി പസനി സമരി സനി പരി സനി പമരി സരി സ്വാമിനാഥ്. ഞാനാണ് ലാലി പാടി കാണിച്ചിരിക്കുന്നത്. അത് ലിപ്പ് ഇത്രയും കറക്റ്റ്. അതിനിടയിൽ എന്നെ നോക്കുന്നുണ്ട്, അറിയത്തേ ഇല്ല. ഞാൻ ക്യാമറയുടെ താഴെ ഇരിപ്പുണ്ട്. അതിനിടയിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, സാരിഗമപനി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് നോക്കും, അത്രേ ഉള്ളൂ. എന്താ പറയുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ്, ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. കാരണം പൈസയല്ല വലുത്. നേരത്തെ പറഞ്ഞ പോലെ മനസ്സമാധാനമാണ് അതാണ് ഏറ്റവും വലിയ ധനം. അപ്പോൾ ചാലിക്കര കോളനി ആണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. ചാലിക്കര കോളനി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, അഗൈൻ യു ഹാവ് 1000 rupees. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പോ പക്രുജി, താങ്ക് യു സോ മച്ച്. വിലയേറിയ നിമിഷങ്ങളിൽ അല്പനേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിലും പറയാം നേടാമെന്ന ഈ ഗെയിം ഷോയിൽ പങ്കെടുത്തതിലും ഒരുപാട് 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 നന്ദി. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, അടുത്ത സെക്ടർ രാജമാണിക്യം. ഇതിന് ചോദ്യം മാത്രമേ ഉള്ളൂ. ആരും രക്ഷിക്കാനില്ല, ഒരു ഓപ്ഷനും ഇല്ല. 10 സെക്കൻഡ്. ഓക്കെ, ഗോഡ് ബ്ലസ് യു. രാജമാണിക്യം. ചോദ്യം ഇതാ. ഈ സിനിമയിൽ എബി മാത്യു എന്ന വേഷത്തിൽ എത്തുന്ന താരം ആരാണ്? എബി മാത്യു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, 8, 6, 5, 4, 3, 2, 1. സുബൈർ ഉത്തരം നൽകിയിരിക്കുന്നു. ഇതാരാണെന്ന് അറിയോ?
പുലിയാണ് പുലി. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. മുഴുവൻ പണവും കരസ്ഥമാക്കിയിരിക്കുകയാണ്. താങ്ക് യു.